ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയിലെ ഏറ്റവും അറിയപ്പെടുന്നതും പ്രിയപ്പെട്ടതുമായ വിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. മൃഗങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരാളായി ചിത്രീകരിക്കപ്പെട്ടതിനാൽ പലരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒഴുകുന്നുവെങ്കിലും ഒരു ലളിതമായ കാരണത്താൽ അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളായി തീർന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ യഥാർത്ഥ ദാസനായിരുന്നു. റോമിന് ഏകദേശം 100 മൈൽ വടക്കുള്ള ഇറ്റലിയിലെ അസീസി എന്ന ചെറുപട്ടണത്തിൽ 1181 ഫ്രാൻസിസ് അസീസി ജനിച്ചത്. അവൻ ഒരു വ്യാപാരി വർഗത്തിൽ ജനിച്ചു. അവൻ്റെ പിതാവ് നല്ല പട്ടുവിൽപ്പനക്കാരനായിരുന്നു. ചെറുപ്പത്തിൽ ഫ്രാൻസിസ് വളരെ സജീവമായി അറിയപ്പെട്ടിരുന്നു. പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കൗമാരപ്രായത്തിൽ പാട്ടുകളും ആസ്വദിച്ച അദ്ദേഹം തികച്ചും ലൗകികമായിരുന്നു. കുടുംബ ബിസിനസ്സിൽ ഫ്രാൻസിസ് അവനോടൊപ്പം ചേരണമെന്ന് അവൻ്റെ പിതാവ് ആഗ്രഹിച്ചു. അത് ഫ്രാൻസിസ് താല്പര്യമില്ലാതെ ചെയ്തു. ജോലിയിലേതിനേക്കാൾ അവൻ തൻ്റെ സുഹൃത്തുക്കളോടും നല്ല സമയം ആസ്വദിക്കുന്നതിനോ ആയിരുന്നു താല്പര്യം. ഇത് വീട്ടിൽ സ്ഥിരമായി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ ഫ്രാൻസിസിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ സ്വപ്നം കണ്ട മഹത്തായ കാര്യങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ ലൗകിക ബഹുമതികൾ നേടുന്നതിലാണ് കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത്. ഒരു മഹാനായ നൈറ്റ് ആകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആഗ്രഹങ്ങളിലൊന്ന്. അവൻ്റെ കുടുംബവും അവൻ ഒരു നൈറ്റ് ആകാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവരുടെ സാമൂഹിക പദവി ഉയരും. ഏകദേശം 1202 ഒരു മഹാനായ നൈറ്റ് ആകാനുള്ള ഫ്രാൻസിസിൻ്റെ സ്വപ്നം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അവൻ നല്ല കവചവും വാളും കുതിരയും ധരിച്ച് അയൽപട്ടണമായ പെരുഗിയയ്ക്കെതിരെ യുദ്ധത്തിന് അയച്ചു. ആ യുദ്ധത്തിലെ വിജയം ഒരു ദിവസം പോപ്പിൻ്റെ സൈന്യത്തിലെ ഒരു കുരിശുയുദ്ധക്കാരനാകാൻ അവന് ഒരുക്കും. ഒരു നൈറ്റ് എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പെരുകിയ യുദ്ധം പ്രഹസമായിരുന്നു. ഫ്രാൻസിസിൻ്റെ പിടിയിലാവുകയും തടവിലാവുകയും ചെയ്തു. തൻ്റെ മോചനത്തിനായി മോചനദ്രവ്യം നൽകാൻ പിതാവിനായി ഫ്രാൻസിസ് 1 വർഷം കാത്തിരുന്നപ്പോൾ തടവിലാക്കപ്പെട്ട മറ്റു പുരുഷന്മാരുമായി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. മോചിതനായ ശേഷം ഫ്രാൻസിസ് ഗുരുതരമായ രോഗവുമായി മാസങ്ങൾ ചെലവഴിച്ചു. തടവും രോഗവും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. അവൻ തൻ്റെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും 1205 അദ്ദേഹം വീണ്ടും ഒരു കുതിര, വാൾ, കവചം എന്നിവ ധരിച്ച് ബ്രിയൻ കൗണ്ടിയിലെ സൈന്യത്തിൽ മറ്റൊരു യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നിരുന്നാലും അവൻ വരുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദർശനം ഫ്രാൻസിസിനുണ്ടായിരുന്നു. ആ ദർശനത്തിൽ ഫ്രാൻസിസ് തന്നോടൊപ്പം ഒരു ശബ്ദം പറയുന്നത് കേട്ടു. ആർക്കാണ് നിങ്ങൾക്കായി കൂടുതൽ ചെയ്യാൻ കഴിയുക? യജമാനനോ അതോ സേവകനോ? ധനികനോ അതോ ദരിദ്രനോ? ഫ്രാൻസിസ് പെട്ടെന്ന് മറുപടി പറഞ്ഞു, ധനികനായ യജമാനൻ. അപ്പോൾ ശബ്ദം ചോദിച്ചു, പിന്നെ എന്തിനാണ് കർത്താവിനെ ദാസനും അനന്തമായ ഐശ്വര്യത്വമുള്ള ദൈവത്തെ ദരിദ്രനായ മനുഷ്യനും വിട്ടുകൊടുക്കുന്നത്? ഫ്രാൻസിസിന് ദൈവഹിതം തേടി അസീസിയിലേക്ക് മടങ്ങാൻ ഈ ദർശനം മതിയായിരുന്നു. അടുത്ത വർഷം ഫ്രാൻസിസും അവൻ്റെ പിതാവും പതിവായി ഭിന്നതയിലായിരുന്നു. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിനായി ദൈവഹിതം തേടാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അതേസമയം ഫ്രാൻസിസ് ഒരു നൈറ്റ് ആകണമെന്നും അല്ലെങ്കിൽ കുടുംബ ബിസിനസ്സിൽ ജോലി ചെയ്യണമെന്നും പിതാവ് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ആ വർഷത്തിൽ ദരിദ്രരോടുള്ള സ്നേഹത്തിൽ ഫ്രാൻസിസ് വളരുകയും അടുത്തുള്ള ആശുപത്രിയിൽ കുഷ്ഠരോഗികളെ സേവിക്കുകയും ചെയ്തു. സാൻ ഡാമിനോയിലെ ജീർണിച്ച പള്ളിയിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഫ്രാൻസിസ് അവനോട് പറയുന്നത് കേട്ടു. നീ പോയി നീ കാണുന്നത് പോലെ പൂർണ്ണമായും നശിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീട് നന്നാക്കുക. അതോടെ അവൻ ആ പള്ളിയെ ശാരീരികമായി നന്നാക്കാനും ഏകാന്തതയിൽ ജീവിക്കാനും തുടർച്ചയായി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. 1206 ഫ്രാൻസിസ് 25 വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസും പിതാവും തമ്മിലുള്ള കുടുംബകലഹങ്ങൾ തലപൊക്കി.
ഫ്രാൻസിസ് തൻ്റെ അനന്തരാവകാശം ത്യജിച്ച് ദൈവത്തെ മാത്രം പിതാവായി തിരഞ്ഞെടുത്തപ്പോൾ അസിസി ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹവും പിതാവും ഔപചാരികമായി പിരിഞ്ഞു. അടുത്ത 3 വർഷങ്ങളിൽ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവസേവനത്തിൻ്റെയും പുതിയ ജീവിതം നയിക്കുവാൻ തുടങ്ങി. ആദ്യം മിക്ക നഗരവാസികളും ഫ്രാൻസിസിൻ്റെ മനസ്സിലായതായി കരുതി. അവർ അവനെ പരിഹസിച്ചു. എന്നാൽ കാലക്രമേണ ഫ്രാൻസിസ് ചില അനുയായികളെ ആകർഷിക്കാൻ തുടങ്ങി. അവനും അനുയായികളും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിച്ചും ദരിദ്രരെയും കുഷ്ഠരോഗികളെയും സേവിച്ചും ഉപേക്ഷിക്കപ്പെട്ട പള്ളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൈകൾ കൊണ്ട് പ്രവർത്തിച്ചും ധാരാളം സമയം ചെലവഴിച്ചു. 1209 ആയപ്പോഴേക്കും ഫ്രാൻസിസിൻ്റെയും അനുയായികളുടെയും എണ്ണം 12 തങ്ങളുടെ പൊതുജീവിതത്തിനായി ഒരു പുതിയ നിയമം എഴുതാൻ അവർ തീരുമാനിക്കുകയും തങ്ങളുടെ നിയമത്തിന് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിക്കുന്നതിനായി റോമിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്തു. മാർപ്പാപ്പ അവരുടെ ഭരണം വാക്കാൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസും കൂട്ടാളികളും അസീസിലേക്ക് മടങ്ങുകയും പോർട്ടിയൻകുല എന്ന ചെറിയ പള്ളിയിൽ താമസിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ബ്രദർ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ പ്രിയേഴ്സ് മൈനറും പ്രാർത്ഥനയുടെയും മിഷനറി പ്രസംഗത്തിൻ്റെയും ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ ഭൗതിക സഭകൾ പുനർനിർമ്മിക്കുന്നതിന് പകരം അവർ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമായ ദൈവത്തിൻ്റെ സഭയെ പുനർനിർമ്മിക്കുവാൻ തുടങ്ങി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഓർഡർ ഓഫ് പ്രിയേഴ്സ് മൈനർ 12 നിന്ന് 5000 വളർന്നു. അവർ യൂറോപ്പിനുടനീളം താമസിക്കുകയും നിരവധി ആളുകളുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഫ്രാൻസിസ് പ്രസംഗം തുടർന്നു. എണ്ണമറ്റ അത്ഭുതങ്ങളുടെ ഉപകരണം കൂടിയായിരുന്നു. 1223 പ്രിയേഴ്സ് മൈനറിൻ്റെ അന്തിമവും നിർണായകവുമായ നിയമത്തിന് മാർപ്പാപ്പ രേഖാമൂലം അംഗീകാരം നൽകി. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് പ്രവേശിച്ചു. 1224 40 ദിവസത്തെ വിശ്രമവേളയിൽ ഫ്രാൻസിസിന് കളങ്കം സമ്മാനിച്ചു. ക്രിസ്തുവിൻ്റെ കൈകളിലും കാലുകളിലും പാർശ്വങ്ങളിലും ദൃശ്യമായ മുറിവുകൾ. ആ അവസാന 2 വർഷവും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. 1226 ഒക്ടോബർ 4 തൻ്റെ പല രോഗങ്ങൾക്കും ഒരു പ്രതിവിധി കണ്ടെത്താനാകാതെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയിലെ തൻ്റെ സഹോദരങ്ങളാൽ ചുറ്റപ്പെട്ട പോർട്ടിയർ മൈനറായി തൻ്റെ ജീവിതം ആരംഭിച്ച പോർട്ടിയൻകുലയിൽ മരിച്ചു. 2 വർഷത്തിനു ശേഷം ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം വളർന്നുകൊണ്ടിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് നിസ്സംശയമായും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളായിരുന്നു. ഈ മഹത്വം അദ്ദേഹത്തെ നേടിയെടുത്ത രീതി പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമാണ്. വിശുദ്ധ ഫ്രാൻസിസ് കൈവരിച്ച വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ എത്തുമെന്ന് സങ്കല്പിക്കാൻ പ്രയാസമാണെങ്കിലും നമുക്കെല്ലാവർക്കും അത് സാധ്യമാണെന്ന് അറിയുക. വിശുദ്ധ ഫ്രാൻസിസ് സമൂലമായ പരിത്യാഗത്തോടും നിരന്തരമായ തീക്ഷ്ണതയോടും കൂടി ദൈവഹിതം സ്വീകരിച്ചു. ഇത് അവൻ ക്രിസ്തുവുമായി ഒന്നാകുന്നതിനും ദൈവത്തിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും കാരണമായി. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ്, അങ്ങ് ദൈവത്തോടും ദൈവജനത്തോടും സമൂലമായി പ്രണയത്തിലായി. അങ്ങ് ദാരിദ്ര്യം, പ്രാർത്ഥന, ത്യാഗം, ക്രിസ്തുവിനു വേണ്ടി സഹനത്തിൻ്റെ എല്ലാ രൂപങ്ങളും സ്വീകരിച്ചു. അങ്ങ് രാജ്യത്തിൻ്റെ സൈന്യത്തിലെ ഒരു യഥാർത്ഥ നൈറ്റായി തീർന്നു. ദൈവസ്നേഹത്തിൽ നിന്നും സേവനത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന ഈ ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും വേർപെടുത്താൻ എനിക്ക് കഴിയട്ടെ. അങ്ങനെ അങ്ങ് ജീവിച്ച ജീവിതം എനിക്ക് അനുകരിക്കാൻ കഴിയട്ടെ എന്ന് ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.